ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കിരൺ ശങ്കർ. 2014 ശേഷം രാജ്യത്തെ കായിക മേഖല മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാരാണസിയിൽ നടക്കുന്ന 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ കായിക നിയമം, ഖേലോ ഭാരത് നീതി തുടങ്ങിയവയിലൂടെ കേന്ദ്ര സർക്കാർ കായിക മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളതെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. വെനസ്വേലയിലെ US സൈനിക നടപടി സംബന്ധിച്ച് നാളെ ചേരുന്ന UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ചർച്ച ചെയ്യും. കൌൺസിലിൽ സ്ഥിരാംഗമല്ലാത്ത കൊളംബിയയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് യോഗം വിളിച്ചത്. സ്ഥിരാംഗങ്ങളായ ചൈനയും റഷ്യയും ഈ ആവശ്യത്തിന് പിന്തുണ നൽകി. വെനസ്വേലയിലെ US സൈനിക നടപടി അപകടകരമായ കീഴ്വഴക്കമെന്നായിരുന്നു UN സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസിന്റെ പ്രതികരണം. വെനസ്വേലയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. വിഷയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വെനസ്വേലയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്നും പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. തൊഴിലാളികളെ നിരന്തരം ഒഴിവാക്കിയും ചൂഷണം നടത്തിയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അഴിമതിയുടെ പര്യായമായി മാറിയെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പുതുതായി നടപ്പിലാക്കിയ VBG റാംജി നിയമം സംബന്ധിച്ച് കോൺഗ്രസ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭീമമായ ബജറ്റ് ഉണ്ടായിട്ടും ഗ്രാമങ്ങളുടെ ദീർഘകാല വികസനത്തിന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സാധിച്ചില്ലെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തത്തിൽ ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരോട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിശദീകരണം ആവശ്യപ്പെട്ടു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് അടിയന്തര അന്വേഷണ റിപ്പോർട്ട് നൽകാൻ മന്ത്രി K. രാജനും നിർദ്ദേശിച്ചു. അപകട കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും ഫോറൻസിക് സംഘത്തെ എത്തിച്ച് പരിശോധന നടത്തുമെന്നും ശ്രീ K. രാജൻ അറിയിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത്. പേ ആൻഡ് പാർക്ക് സെന്ററുകളിൽ പോലീസ് വ്യാപക പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു ദുരൂഹതകൾ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നില്ലെന്നും DGP വ്യക്തമാക്കി. CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി എളമരം കരീമിനെ തെരഞ്ഞെടുത്തു. ഈ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് അദ്ദേഹം. സുദീപ് ദത്തയാണ് അഖിലേന്ത്യാ പ്രസിഡന്റ്. വിശാഖപട്ടണത്ത് നടന്ന 18ാം അഖിലേന്ത്യാ സമ്മേളനത്തിനാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. എറണാകുളം കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ചുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ ഒരു മരണം. പള്ളിയോട് ചേർന്നുള്ള കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന വെടിമരുന്ന് പൊട്ടിത്തെറിച്ച് മൂവാറ്റുപുഴ സ്വദേശി രവിയാണ് മരിച്ചത്. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. 33 ദിവസത്തെ നിയമസഭാ സമ്മേളനം മാർച്ച് 26 വരെ 3 ഘട്ടമായാണ് നടക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനം ആരംഭിക്കും. ധനമന്ത്രി KN ബാലഗോപാൽ ഈ മാസം 29-ന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. ഫെബ്രുവരി 2 മുതൽ 4 വരെ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയും നടക്കും. സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U. കേൾക്കർ അറിയിച്ചു. 29ാമത് ദേശീയ യുവോത്സവത്തിന്റെ ഭാഗമായി ഈ മാസം 9 മുതൽ 12 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ കേരളത്തിൽ നിന്നും 35 പേർ പങ്കെടുക്കും. ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന സംഘങ്ങൾക്ക് തിരുവനന്തപുരം ലോക് ഭവനിൽ നാളെ വൈകിട്ട് 6 മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ യാത്രയയപ്പ് നൽകും. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് കേരള എക്സ്പ്രസിലാണ് ഇവർ യാത്ര തിരിക്കുന്നത്. വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിനും വംശവർദ്ധനവിനുമായുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിന്റെ ICAR ബ്രീഡ് കൺസർവേഷൻ അവാർഡിന് പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ കർഷകൻ അജയ്കുമാർ വല്യുഴത്തിൽ അർഹനായി. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ICAR ഏർപ്പെടുത്തിയ അവാർഡിന് ദക്ഷിണേന്ത്യയിൽ നിന്നും അർഹത നേടിയ ഏക കർഷകനാണ് അജയ്കുമാർ. ഈ മാസം 12-ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. അഴിമതി രഹിത സേവനത്തിലൂടെ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രജിസ്ട്രേഷൻ വകുപ്പ് ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയുടെ അപേക്ഷാ നടപടികൾ പുരോഗമിക്കുന്നു. ജനുവരി 15 വരെ അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുള്ള കൃഷിനാശത്തിൽ നിന്നും കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണിത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലക്ഷദീപത്തോടനുബന്ധിച്ച് തിരക്ക് നിയന്ത്രിക്കുന്നതിന് ബാർകോഡിംഗ് സംവിധാനമുള്ള പാസുകൾ ഏർപ്പെടുത്താൻ തീരുമാനം. ഓൺലൈനായാണ് പാസുകൾ ബുക്ക് ചെയ്യേണ്ടത്. 15,000 പാസുകളാണ് നൽകുക. ജനുവരി 14-നാണ് ലക്ഷദീപം.
മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ ഈ മാസം 12-ന് പന്തളത്ത് നിന്ന് ഘോഷയാത്രയായി ശബരിമലയിലേക്ക് കൊണ്ടുപോകും. 14-നാണ് മകരവിളക്ക്. പന്തളം വലിയ തമ്പുരാന്റെ പ്രതിനിധിയായി PN നാരായണവർമ്മയാണ് ഇത്തവണ ഘോഷയാത്ര നയിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.